കൊല്ലം മടത്തറയിൽ മോഷണം നടത്തിയ അച്ഛനെയും മകനെയും കടയിൽ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ നാടകീയ രംഗങ്ങളുണ്ടായി. ദൃശ്യങ്ങൾ പകർത്തിയ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് നേരെ പ്രതികളുടെ ഭീഷണിയും അസഭ്യവർഷവും. പാലോട് സ്വദേശികളായ അബൂബക്കർ, മകൻ സെയ്തലവി എന്നിവരാണ് ഭീഷണിപ്പെടുത്തിയത്. മോഷണ കേസിൽ പിടികൂടി സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നതിനിടെ പോലീസ് ജീപ്പിൽ നിന്ന് ഇവർ നേരത്തെ രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. മോഷണം നടത്തിയ കടയിൽ തെളിവെടുപ്പിനായി എത്തിച്ചതായിരുന്നു ഇരുവരെയും. തെളിവെടുപ്പിന്റെ ദൃശ്യങ്ങൾ പ്രാദേശിക മാധ്യമപ്രവർത്തകർ പകർത്തി. ഇത് മോഷ്ടാക്കളായ അച്ഛനും മകനും ഇഷ്ടപ്പെട്ടില്ല. ആദ്യ ഭീഷണി അച്ഛൻ അബൂബക്കറിൽ നിന്ന്. ഞാനേ ഈ നാട്ടുകാരൻ തന്നെ കേട്ടോ, ചോഴക്കോട്ടുകാരൻ തന്നെ കേട്ടോ, പണിയാൻ തരും ചൊവ്വ എടുത്തോ കേട്ടോ. മകൻ സെയ്തലവി അസഭ്യവർഷം നടത്തുകയും ഫോൺ തള്ളി തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പോലീസ് കസ്റ്റഡിയിൽ വെച്ചായിരുന്നു ഇരുവരുടെയും പരാക്രമം എന്നുകൂടി ഓർക്കുക. ഞാൻ ഈ മണ്ണിൽ ജനിച്ചോളാണ്, ചോഴക്കോട്ടെ പ്രാചാരത്തിന്റെ ചെറുമോനാണെങ്കിൽ മടത്തറ സ്വദേശി പ്രഭുലേന്ദ്രന്റെ കടയിൽ നിന്ന് 1 മാസം മുമ്പാണ് പണവും സാധനങ്ങളും കവർന്നത്. ഈ കേസിലാണ് ഇരുവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കയറി ഉടനെ മേശയാണ് നോക്കിയത്. മേശ കിടന്ന പൈസ പോയി. ഒരു 10-15 പാക്കറ്റ് സിഗരറ്റ് അവന്മാര് 6 ഉള്ളെന്ന് പറഞ്ഞു. 6 പാക്കറ്റ് സിസറാണ് ഉണ്ടായിരുന്നത്, അതെല്ലാം പോയി. മറ്റൊരു കേസിൽ പാലോട് പോലീസ് പിടികൂടിയ ഇരുവരും കടയ്ക്കലിൽ വെച്ച് രക്ഷപ്പെട്ടത് വൻ വിവാദമായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം വയനാട്ടിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. എടുത്തോ, ധൈര്യമായിട്ട് എടുത്തോ, നിന്റെ പണിയാൻ നടക്കെതിരെ. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.